ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ദീപാവലി വെക്കേഷന് ഒരു ഡേ കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ കൊച്ചിയിൽ രാവിലെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം പോയത് മട്ടാഞ്ചേരി പാലസിലേക്കാണ്. മട്ടാഞ്ചേരി പാലസിനെയാണ് ഡച്ച് പാലസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് പോർച്ചുഗീസുകാരുണ്ടാക്കിയിട്ട് കൊച്ചിയിലെ രാജാവിന് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ പാലസ്. 5 രൂപയാണ് ടിക്കറ്റ് ഫീ. ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗ ചെയ്യുന്നില്ല, ഫോട്ടോസ് എടുക്കാൻ അവർ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളിൽ കുറേ മ്യൂറൽ പെയിൻറ്റിങ്, അതുപോലെ തന്നെ പല്ലക്ക്, അങ്ങനെ ഒരുപാട് വാല്യുബിൾസ് എല്ലാം കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പം ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ 43 സൈറ്റ്സാണ് യുനെസ്കോൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ എന്തായാലും അത് കണ്ടിരിക്കണം. അവിടെ ഞങ്ങൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റുകളാണ്. കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റിയ നല്ല അടിപൊളി സാധനങ്ങളുള്ള ഒരു സ്ട്രീറ്റാണ്. ഇവിടുന്ന് ഇങ്ങനെ നടന്ന് പിന്നെ ഞങ്ങൾ പോകുന്നത് സിനഗോഗിലേക്കാണ്. ഇതാണ് കൊച്ചിൻ സിനഗോഗ്, അതുപോലെ തന്നെ പരദേശി സിനഗോഗ്, പിന്നെ മട്ടാഞ്ചേരി സിനഗോഗ് എന്നൊക്കെ പേരുകളുണ്ട്. എൻട്രി ഫീ 10 രൂപയാണ്. അവർ ക്യാഷ് ആയിട്ട് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്, എന്തോ PTM ഒന്നും അലൗ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ചെന്നാൽ തന്നെ ഫസ്റ്റ് കുറേ പെയിൻറ്റിങ്സ് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മട്ടാഞ്ചേരി പാലസിൻ്റെ അടുത്ത് തന്നെ രാജാവ് സ്ഥലം കൊടുത്തിട്ട് ജൂത കമ്മ്യൂണിറ്റി സിനഗോഗ് ബിൽഡ് ചെയ്തതാണ്. അപ്പം പ്രെയർ ടൈമിൽ ലേഡീസും ജെൻസിനും വേറെ വേറെ സ്ഥലമാണ്, 2 സൈഡാണ്. അപ്പോൾ ഫുട്വെയർ അഴിച്ചിട്ട് വേണം നമ്മൾ ഉള്ളിൽ എൻ്റർ ചെയ്യാനും. ഒരുപാട് ആൻറ്റിക് പീസസ് ഒക്കെ നമുക്ക് ഉള്ളിൽ കാണാം. ഇവിടെ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയത് സീഗൾ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഫോർട്ട് കൊച്ചിയിൽ തന്നെ ഇല്ലതാണ്. ഈ ബാക്ക് വാട്ടറിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടിട്ട് കുറച്ചായി. നോട്ട് ചെയ്ത് വെച്ചൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അടിപൊളി ആംബിയൻസ് ആണ്. അപ്പം ഇച്ചിരി എക്സ്പെൻസീവ് ആണോ ചോദിച്ചാൽ ആംബിയൻസിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ഇതേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര കൂടിയതായി തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു ഗോവയിലൊക്കെ എത്തിയൊരു വൈബ് പോലെ ഉണ്ട്. ഡ്രിങ്ക്സ് അലൗഡ് ആണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം അങ്ങനെ ഒരു ഇതുപോലെ തോന്നിയിട്ടുണ്ട്. മെനുവിൽ കുറച്ചും കൂടിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഡെസേർട്ട്സ് ഒന്നുമില്ല മെനുവിൽ. പക്ഷേ ഞങ്ങൾ കുറേ നേരം സമയമൊക്കെ എടുത്ത് കഴിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങൾ റിസോർട്ടിലേക്കാണ്. ചെറായി ബീച്ച് റിസോർട്ടിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. ജങ്കാറിലാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 50 രൂപയാണ് ടിക്കറ്റ്. അങ്ങനെ ജങ്കാറിന്ന് ഇറങ്ങി ഏതാണ്ട് ഞങ്ങൾ ചെറായി എത്താനായി. അപ്പം എത്തുന്നതിന് മുമ്പിലെ വ്യൂ ആട്ടോ, 2 സൈഡും കായലായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. ഈവനിംഗ് ഒക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. റിസോർട്ട് എത്തി. സെക്യൂരിറ്റി ഗേറ്റൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഓപ്പൺ ചെയ്തു. പിന്നെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ നേരെ റൂമിലേക്ക് പോവുകയാണ്. ഡോക്ടേഴ്സ് വില്ലയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇച്ചിരി അങ്ങോട്ട് നടക്കാനുണ്ട് പുറകിലേക്ക്. വ്യൂ ഒന്നുമില്ല. പിന്നെ നമുക്ക് റിസോർട്ട് കണ്ടപ്പോൾ തന്നെ ഒരു ശോകമായിട്ടാണ് തോന്നിയത്. കാരണം മുമ്പത്തെ ബിൽഡിംഗ് തന്നെ കുറേയൊക്കെ റെനോവേഷന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് 2018 ഫ്ലഡിൻ്റെ അപ്പുറം ചെറായി ഭാഗത്തേക്കൊന്നും ഫോറിനേഴ്സും ഒന്നും ടൂറിസ്റ്റൊക്കെ കുറവാണ്. കാരണം ഫ്ലഡ് ഉണ്ടാവുന്ന ഏരിയ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ കുറച്ച് എന്താ പറയുക ശോകമായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഒരു മെയിൻ്റനൻസ് കുറവ് കാണാനുണ്ട് ത്രൂ ഔട്ട് നമുക്ക് വരുമ്പോൾ. ഒരുപാട് നടന്ന് കാണാൻ പറ്റിയ വലിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അത്. ഉള്ളിൽ കയറിപ്പോയി.
കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞ് ഈ റിസോർട്ടിൻ്റെ തൊട്ട് മുമ്പിലാട്ടോ ബീച്ചിലേത്. അപ്പോൾ ചെറായി ബീച്ചിൽ പോയി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ പോയത് ലിലിപുട്ട് റെസ്റ്റോറൻ്റാണ്. ഇതൊന്നും പറയാല്ല, കിഡിലനാണ്. ഉച്ചയ്ക്ക് കഴിച്ചതിനേക്കാൾ എക്സ്പെൻസീവാണ്, പക്ഷെ നല്ല സീ വ്യൂ, കടലിൻ്റെ സൈഡിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം. ഇവിടെയും കുറേ നേരം ഇരുന്ന് സമയമൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് റിസോർട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. നമ്മൾ വീട്ടിലുള്ള ചെടിയൊക്കെ ഇല്ല ഇവിടെ. അല്ല, കുറേ ഉണ്ട് പാമ്പോലത്തെ മീനെ നോക്കൂ, കുറേ ഉണ്ട്. അങ്ങോട്ട് പോയി നോക്കണോ? പോയി നോക്കാം. അതല്ല, ഇത് മാത്രം കൊതുവില്ല അവിടെ. ആ റൂമിന്റെ ബാക്കിയാട് കണ്ടാ? കുറേ ഇടവഴി, ഇതാ ഒരു ഇടവഴി. കുറച്ച് വൃത്തിയുണ്ട് ഇവിടുത്തെ. റിസോർട്ടിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ബീച്ചുണ്ട്. ഇതാണ് പാർക്കിംഗ് ഏരിയ. ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബീച്ചാണ്. അപ്പോൾ കല്ലിട്ടിട്ടുണ്ട്. അപ്പം രാവിലെ കടൽ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇന്നലെ ഈവനിങ് ഇവിടെയൊന്നും ഇത്ര വെള്ളം ഉണ്ടായില്ല. പിന്നെ നേരെ നടന്നു കഴിഞ്ഞാൽ ഈ കല്ലിടാത്ത ഏരിയ ഉണ്ട്, നമുക്ക് ബീച്ചിലേക്ക് പോകാൻ പറ്റിയ ഏരിയ ഉണ്ട്. പിന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. കഴിക്കതൊക്കെ ഇതാണോ?
ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്, വല്ലാതെ സൂപ്പർ ഒന്നുമല്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നേരെ പോകുന്നത് ഹിൽ പാലസിലേക്കാണ്. ഹിൽ പാലസിലെത്തിയപ്പോൾ 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മണിക്കാണ് ഉള്ളോട്ടേക്ക് എൻ്റർ ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ, കാരണം ലഞ്ച് ബ്രേക്കാണെന്നാണ് പറഞ്ഞത്. ചുറ്റും ഒരുപാട് നടന്ന് കാണേണ്ട ഏരിയ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കാണെങ്കിൽ പോയിട്ട് തിരക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഏരിയ മാത്രം കണ്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. എനിക്ക് ഹിൽ പാലസ് കാണണം എന്നുണ്ടായിരുന്നു, ഇനി ഒരിക്കൽ വന്നിട്ട് വിശദമായി കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്.